ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ മാംഗോ പുഡിങ്ങിന് 1 കിലോ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ലിറ്റർ പാല്, ഇത് കസ്റ്റാർഡ് പൗഡറാണ്, പഞ്ചസാര ആവശ്യത്തിന് എടുക്കാം. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അലങ്കരിക്കാനിടാണ്. ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏതെങ്കിലും എടുക്കാം. നമുക്ക് ഈ മാങ്ങ ഒന്ന് തൊലി എത്തിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതേ ആ മാങ്ങ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് അരച്ചത്, ഇതിന് കുറച്ച് പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് അരച്ചത്. ഈ അരച്ചതിനകത്തൂടെ തന്നെ വേണേൽ കസ്റ്റാർഡ് പൗഡറും പാലും എല്ലാം ചേർത്ത് നമുക്ക് തിളച്ച വെള്ളത്തിനകത്ത് വെച്ച് കുറുക്കിയെടുക്കാം, ഡബിൾ ബോയിലിംഗ് രീതിയിൽ. ഇപ്പം ഞാനിത് മാങ്ങ തന്നെ പുളി ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് കുറുക്കിയെടുക്കുന്നത്. ഇതാ ഞാനൊരു പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് അടുപ്പ് വെച്ചാൽ ഇത് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാൻ പോകണം, ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് മാങ്ങയുടെ നിറമൊക്കെ മാറിയിട്ട് ഇതൊന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ വെച്ചതിനേക്കാൾ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി മാറ്റാം. നന്നായിട്ട് കുറുകി വരുമ്പോൾ ഇറക്കി മാറ്റാം. അതായത് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി മാറ്റി വെക്കാം. 1 ലിറ്റർ പാല് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റാർഡ് ഇതിലേക്ക് കലക്കി ഒഴിക്കാം. അത് ഞാൻ 1/2 കപ്പ് കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 5 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ തിളക്കാറായിട്ടുണ്ട്. നമുക്ക് കസ്റ്റാർഡ് ഇതിനകത്തേക്ക് പാലിനകത്ത് ഒരു 1/4 കപ്പ് പാലിൽ കലക്കിയതാണ്, അതിനകത്തേക്ക് ഒഴിക്കാം. അതായത് ഇപ്പോൾ തിളക്കാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കസ്റ്റാർഡ് കലക്കിയത് ഒഴിക്കാം. കട്ടയില്ലാതിരിക്കാനാണ് ഇത് കലക്കി ഒഴിച്ചത്, അരിച്ചത് അതുകൊണ്ടാണ്. അതിനകത്ത് കസ്റ്റാർഡ് കലക്കി ഒഴിച്ചാൽ നമ്മൾ കഴിവിടാതെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കും. ഇതിന് മധുരം കുറവായതുകൊണ്ട് ഞാനൊരു 3 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഇപ്പം ഞാൻ 8 സ്പൂണ് പഞ്ചസാര ചേർത്തു. 1/2 ലിറ്റർ പാലിനാണെങ്കിൽ 4 സ്പൂൺ ചേർത്താൽ മതി. ഇതൊരു മീഡിയം തീയിൽ വെച്ച് വേണം ഇത് ഇളക്കി നമ്മൾ കുറുക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പാത്രത്തിലെല്ലാം ഒട്ടിപ്പിടിക്കും. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇതിപ്പോൾ നല്ല തിളച്ച് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡെല്ലാം പാലിനകത്ത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഞാൻ ഈ കസ്റ്റാർഡ് കുറുക്കിയതും മാങ്ങ വെന്തതും കൂടി ഒരുമിച്ചാക്കാൻ പോവുകയാണ്. ഇത് മാങ്ങ അരച്ചപ്പോൾ നമുക്ക് കസ്റ്റാർഡും പാലും ചേർത്ത് നമുക്ക് അരയ്ക്കാം, മധുരമുള്ള മാങ്ങയാണെങ്കിൽ. അല്ലെങ്കിൽ പുളിയുണ്ടെങ്കിൽ പാലൊഴിച്ച് കഴിയുമ്പോൾ അത് പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്കിതിനെ ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 1 ലെയർ ബിസ്ക്കറ്റ് എടുക്കാം. അടുത്ത ലെയർ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡ് ഒഴിക്കാം. കസ്റ്റാർഡും മാങ്ങയും കൂടെ ഫില്ല് ചെയ്താണ് ഇത് എടുക്കാൻ പോകുന്നത്. അടുത്ത ലെയറും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്ത് ഇടാം. കുറച്ച് മാങ്ങ അവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ ചെറിയ ചൂടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാൻ വെക്കാം, മൂടിയിട്ട് വെക്കണം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ മാംഗോ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.